ഹായ് എവ്രി വൺ, ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ലഞ്ച് പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കോക്കനട്ട് റൈസും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ചിക്കൻ ടിക്കയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കനിലേക്ക് ചില്ലി ഫ്ലേക്സും പെപ്പറും കുറച്ച് ഒറിഗാനോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും തൈരും കുറച്ച് ക്യുമിൻ പൗഡറും ഒലിവ് ഓയിലും ഇട്ടിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു സ്ക്യൂറിലേക്ക് നമുക്ക് ഈ ഒരു ചിക്കന് ഇങ്ങനെ കോർത്തെടുക്കാം കേട്ടോ. 2 to 3 hours ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഈ കോക്കനട്ട് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ തേങ്ങൻ്റെ പാലെടുത്ത് വെക്കാം കേട്ടോ. ഒരു ഫുൾ തേങ്ങൻ്റെ പാൽ തന്നെ എടുക്കുക. നമ്മൾ റൈസിനനുസരിച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒരു പോട്ടിലേക്ക് കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി 2 വലിയ ഉള്ളി നല്ല നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന, അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇതൊന്ന് ഉടഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ കല്ലുമ്മക്കായും കക്കയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ഫ്ലേവർ ആയിരിക്കും അത് ആഡ് ചെയ്ത് കൊടുത്താൽ. ഇനി മല്ലിച്ചപ്പും കറി ലീവ്സും കൂടെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് വാട്ടിയെടുക്കുക. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 4.5 കപ്പ് തേങ്ങാപ്പാലായിട്ട് ആഡ് ചെയ്യുന്നത്, 2 കപ്പ് റൈസാണ് എടുക്കുന്നത്. ഇത് ഞാൻ ഇവിടെ എടുത്ത റൈസ് എന്ന് പറഞ്ഞാൽ തഞ്ചാവൂർ പൊന്നി റൈസ് ആട്ടോ. നമുക്ക് ജീരകശാല റൈസ് വെച്ചിട്ടും നോർമൽ പൊന്നി റൈസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ബിരിയാണിക്കും നെയ്ച്ചോറെല്ലാം ഉണ്ടാക്കിയെടുക്കില്ലേ, അതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ കല്ലുമ്മക്കായും കക്കയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ജീരകശാല റൈസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ 1 കപ്പ് റൈസിന് 1.5 കപ്പ് തേങ്ങാപ്പാലാട്ടോ എടുക്കേണ്ടത്. നോർമൽ പൊന്നി റൈസ് ആണെങ്കിൽ 1 കപ്പ് റൈസിന് 2.5 കപ്പ് തേങ്ങാപ്പാലാട്ടോ എടുക്കേണ്ടത്. ഒരു തേങ്ങാപ്പാൽ എടുത്തിട്ട് ബാക്കി വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കന് ഒരു ഗ്രിൽ പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഹെൽത്തിയറായിട്ട് നമുക്ക് എയർ ഫ്രയറിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ. 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നാൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാം കേട്ടോ. ഹെൽത്തിയറായിട്ട് കഴിക്കണമെങ്കിൽ എയർ ഫ്രയറിൽ ചെയ്തെടുത്താൽ മതി. കുറച്ച് തൈരും വെജിറ്റബിൾസും ഈ ചിക്കനും ചോറൊക്കെ കൂടെ കഴിക്കാൻ ഇത് അടിപൊളിയാട്ടോ. അപ്പോൾ എല്ലാവർക്കും പ്ലീസ് ഡു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.